ഹായ്. യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും നല്ലൊരു രാഷ്ട്രീയ ബോധം വേണം. നല്ല ഒരു കാഴ്ചപ്പാട് വേണം. നമ്മൾ ആര് ഭരിക്കണം, ഇനി ആരാണ് ഭരിക്കേണ്ടത്, അവരെക്കുറിച്ച് നല്ല ധാരണ വേണം. പക്ഷേ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലൊരു പ്രവണത എന്ന് പറയുന്നത്, എല്ലാവർക്കും അവരുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്, അവരൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ പാർട്ടികൾ മാത്രമേ അവർ മുറുകെ പിടിക്കുകയുള്ളൂ. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അല്ലാതെ വേറെ ചോയ്സ് ഇല്ല അവർക്കിപ്പം. ഏത് ഘടകമാണോ അത് അവർക്ക് പ്രശ്നമല്ല. അത് ആരാണ് ഭരിക്കാൻ നിൽക്കുന്നത്, ആരാണോ അവിടെ ആ സ്ഥാനത്ത് നിൽക്കുന്നത്, അവിടെ ആരും മത്സരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. മത്സരിക്കുന്ന ഏത് പാർട്ടിയാണ് ആ പാർട്ടി ജയിപ്പിച്ചു വിടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. നല്ല കാര്യമാണ്, എല്ലാവർക്കും തികഞ്ഞ രാഷ്ട്രീയ ബോധമൊക്കെ വേണം. പക്ഷേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് പുറപ്പെടുവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്, ഒരു പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്, അതായത് സോഷ്യൽ മീഡിയാസിലോ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്സ് എത്രത്തോളം ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള ടാർഗറ്റിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തോരം ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനാണത്. നമ്മുടെ ലൈഫിൽ ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്സിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം ആ ഡിസ്ട്രാക്ഷൻസ് അതിനെ നമുക്ക് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊടുത്ത് നമുക്ക് ഫോർവേഡ് പോകാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്ത് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടി ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ദിവസം എത്ര സോഷ്യൽ മീഡിയയിൽ എത്ര കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്? ആ കമൻറ്റ്സിന് എത്ര റിപ്ലൈ വരുന്നുണ്ട്? അതിനെ തുടർന്ന് എത്ര ഫൈറ്റ് നടക്കാറുണ്ട്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മളെപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലേക്കാണ് പോകേണ്ടത്. നമ്മളുടെ മൈൻഡ് മറ്റൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പം നമ്മളുടെ നമ്മളുടെ വിലപ്പെട്ട സമയം പോകുന്നത് മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ അതിനകത്തോട് വലിച്ചിട്ടിട്ട് അവരെയും കൂടെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രീതിയാണത്. വ്യക്തമായ രാഷ്ട്രീയ ബോധം വേണം. പക്ഷേ എൻ്റെ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് നല്ലതെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടേതായ അജണ്ടകളുണ്ട്. അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം റൺ ചെയ്യാൻ അവർ മേളിലിരുന്ന് എന്തും ചെയ്യും. അത് ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, അതങ്ങനെയാണ്. അത് ഏത് രാജ്യത്ത് എവിടെയാണ് അങ്ങനെയാണ്. ഒരു സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിനെതിരെ ഒന്നും സംസാരിക്കാൻ നമ്മൾ പാടില്ല. അത് മോശമാണ്. പക്ഷേ ആർഗ്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചർച്ചകൾ, സോഷ്യൽ മീഡിയാസിലുള്ള ചർച്ചകൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ എത്രത്തോളം ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.